അടുത്തത് എസ്റ്റിമേഷൻ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ലിബിക് മെത്തേഡാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കാർബണെ എസ്റ്റിമേറ്റ് ചെയ്തതുപോലെ ഒരു ഗിവൺ ഓർഗാനിക് കോമ്പൗണ്ട് അതിനെ ആദ്യം വെയിറ്റ് എടുത്തു, W എന്നിരിക്കട്ടെ. ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ കുപ്രിക് ഓക്സൈഡ് വെച്ച് ചൂടാക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കാർബൺ ഉണ്ടായത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് പൂർണ്ണമായി ഓക്സിഡൈസ് ചെയ്ത് പോവും. ഇതേപോലെ ഹൈഡ്രജനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പരിഗണിക്കുക? ഓർഗാനിക് കോമ്പൗണ്ടിലെ ഹൈഡ്രജൻ പൂർണ്ണമായി ഓക്സിഡൈസ് ചെയ്ത് വാട്ടറായി മാറും. ആ ഉണ്ടായ വാട്ടറിൻ്റെ വെയിറ്റ് എടുക്കുന്നു, അത് X എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ? അതായത് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മൊത്തം മാസിൽ ഹൈഡ്രജൻ്റെ മാസ് എത്ര, അങ്ങനെയാണെങ്കിൽ 100-ന് എത്ര, ഇതല്ലേ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് എവിടെ നിന്ന് കിട്ടും? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഈ ഓർഗാനിക് കോമ്പൗണ്ടിനെ പൂർണ്ണമായി ഓക്സിഡൈസ് ചെയ്ത് അതിനകത്തുള്ള ഹൈഡ്രജനെ എന്താക്കി മാറ്റി? വാട്ടറാക്കി മാറ്റി. അപ്പോൾ ഉണ്ടായ വാട്ടറിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? അത് തന്നെ ആയിരിക്കത്തില്ലേ മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട് ആണല്ലോ. അപ്പോൾ ഉണ്ടായ X വാട്ടറിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് എങ്ങനെ പിടിക്കും? അപ്പോൾ അതിൻ്റെ സ്റ്റോഷിയോമെട്രി എടുത്ത് 1 മോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഹൈഡ്രജൻ 2, 1 ഓക്സിജൻ 16, അപ്പോൾ 18 അല്ലേ? അപ്പോൾ ആ 18-ൽ ഹൈഡ്രജൻ എത്രയുണ്ട്? 2, അപ്പോൾ 2 അപ്പോൾ അതിൻ്റെ സ്റ്റോഷിയോമെട്രി 18-ൽ 2. അങ്ങനെയാണെങ്കിൽ ഉണ്ടായ X എത്ര? ശരിയല്ലേ? ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്താണ്? W ഇൻറ്റു 100. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എങ്ങനെ കിട്ടും? 2/18 ഇൻറ്റു X/W ഇൻറ്റു 100. അപ്പോൾ ഇവിടെ പ്രോബ്ലമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എക്സും Wയും ക്വസ്റ്റിനിൽ തരും. X എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ ഫോം അല്ലേ? W എന്താണ്? വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 2/18 ഇൻറ്റു X/W ഇൻറ്റു 100. ഓക്കെ.